നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര പാർവദേവി അമ്മേ. ഓം സുബ്രഹ്മണ്യ സ്വാമി. ഓം അയ്യപ്പസ്വാമി രക്ഷകമേ. കാളിയമ്മേ, ദുർഗാദേവി അമ്മേ, കാവദേവി. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ എല്ലാ നക്ഷത്രജാതർക്കും ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. തീർച്ചയായും അതുപോലെ തന്നെ സംഭവിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും ഇന്ന് ദുഃഖമെങ്കിൽ നാളെ സന്തോഷമുണ്ടാകുന്ന നിലവാരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. 2026 അത്രത്തോളം വളരെയധികം അനുഗ്രഹീതമായിരിക്കുന്നൊരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ 2026 കടം മാറുന്നതിനായിട്ടുള്ള അനുഗ്രഹം ശ്രദ്ധിക്കുന്ന ചില നക്ഷത്ര ജാതരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കടം എന്ന് പറയുന്നത് സ്വാഭാവികമായും മനുഷ്യനിലെ വേദനാജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വ്യവസ്ഥയാണ്. മാനസികമായിട്ടാണ്. അപ്പോൾ അത് എത്ര കൂടുതലുണ്ടോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മാനസികമായ വിഷമങ്ങൾ നിറയുക അനിവാര്യമാണ്. സ്വാഭാവികമായും ഒരു കാര്യം ചിന്തിക്കണം. മനുഷ്യനായി പിറന്നവർക്ക് എല്ലാവർക്കും ബാധ്യതകളുണ്ടാവും. അല്ലാതെ എനിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ നിനക്ക് മാത്രമല്ല, അങ്ങനെയല്ല. എല്ലാ ആളുകൾക്കും ഏതെങ്കിലും തരത്തിൽ ബാധ്യതകളില്ലാതെ ഭൂമിയിൽ ജീവിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും 2026 സംബന്ധിച്ചിടത്തോളം പറയാൻ പോകുന്നത് വലിയ തരത്തിൽ ബാധ്യതകളാൽ നിറഞ്ഞു നിൽക്കുന്ന ചില നക്ഷത്രജാതർക്ക് ആ ബാധ്യതകളിൽ നിന്ന് മാറി സന്തോഷപൂർണമായ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള വഴി തുറക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. 2026 മാർച്ച് 2 ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥനായി എത്തുകയാണ്. അതുപോലെ തന്നെ 2026 ചൊവ്വയിൽ വരുന്ന മാറ്റവും ചില നക്ഷത്ര ജാതരുടെ കടബാധ്യതകളിൽ നിന്ന് അല്ലെങ്കിൽ ഋണബാധ്യതകളിൽ നിന്ന് രക്ഷ നേടുന്നതിന് അനുകൂലമാവുകയാണ്. രക്ഷ നേടുന്നതിന് അനുകൂലമായി വരികയാണ്. ശുക്രൻ്റെയും ചൊവ്വയുടെയും ഈ രാശിമാറ്റ വ്യവസ്ഥകൾ സ്വാഭാവികമായിട്ടും വളരെ അനുകൂലമായി വരുന്ന ചില നക്ഷത്ര വ്യവസ്ഥകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇടവക്കൂറുകാരായിരിക്കുന്ന കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന നക്ഷത്രജാതരെക്കുറിച്ചാണ് ആദ്യമായി പറയാനുള്ളത്. വളരെ പഴകിയതായി നിൽക്കുന്ന കടങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും വീട്ടാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്നവരുടെ കൈകളിലേക്ക് ആ കടങ്ങൾ വീട്ടാൻ അനുകൂലമായിരിക്കുന്ന സാഹചര്യം വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ്. സാമ്പത്തികമായ സഹായങ്ങൾ ഏതു വിധേനയും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ശുക്രൻ മീനം രാശിയിലുള്ള പ്രവേശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ല മീനം രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന അവസ്ഥയിൽ സ്വാഭാവികമായും ഈ നക്ഷത്ര ജാതർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ചൊവ്വ അല്പം ദോഷകാരകനായി നിൽക്കുന്നുവെങ്കിലും ചില സാഹചര്യത്തിൽ അനുഗ്രഹീതനായി മാറുമെന്നുള്ളതാണ്.
ശുക്രന് മീനം രാശിയിലേക്കുള്ള മാറ്റം ചൊവ്വയുടേതായിരിക്കുന്ന വ്യവസ്ഥിതികൾക്കും അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്ര ജാതർക്ക് വളരെ പഴകിക്കിടക്കുന്ന കടങ്ങൾ ഒരുപാട് വർഷങ്ങളായിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റേതായ വിഷമത്തിൽ മുമ്പോട്ട് പോകുന്ന ആൾക്കാരായിരിക്കുന്ന ഇടവം രാശിയിലെ നക്ഷത്ര ജാതർക്ക് അത് മാറുന്നതിനായിട്ടുള്ള സമ്പത്ത് വന്നു ചേരും. ഈശ്വര ധ്യാനം അത് മാത്രം മതിയാകും. ലക്ഷങ്ങളാകുന്ന ഭാഗ്യക്കുറയിലൂടെയോ അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ വഴിയോ വിദേശത്തു നിന്നോ സാമ്പത്തികമായ വ്യവസ്ഥിതികൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവും ഇവർക്ക് വളരെ ഭാഗ്യദായകമായി ഭവിക്കും. തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇടവക്കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് അതിനുള്ള വഴി തുറക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ചെറുതെങ്കിലും ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏതു വിധേനയും അത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള സാമ്പത്തിക ഗുണങ്ങൾ, കടബാധ്യതകൾ മാറുന്നതിനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ്. മകയിരം പകുതി തിരുവാതിര പുണർന്നം മുക്കാൽ ചേരുന്ന മിഥുനം രാശിയെക്കുറിച്ചാണ് പറയാനുള്ളത്. സാമ്പത്തിക മേന്മ തീർച്ചയായും വന്നു ചേരുന്ന രാശിയാണ് മിഥുനം രാശി. തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെയും കുബേര രാജാവിൻ്റെയും അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കും എന്ന് പറയുന്നതിൽ യാതൊരു മാറ്റവുമില്ല. മിഥുനക്കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് കടങ്ങളെ ഇല്ലാതെയാക്കുവാൻ കഴിയുന്ന തരത്തിൽ സമ്പത്ത് വന്നു ചേരാൻ പോകുന്ന ഒരു നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് 2026. ശുക്രൻ്റെയും ചൊവ്വയുടെയും അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും. ആ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക മേന്മ ഉണ്ടാവുകയും ആ സാമ്പത്തിക മേന്മയുടെ അടിസ്ഥാനത്തിൽ കടബാധ്യതകളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. പറഞ്ഞതുപോലെ ഭാഗ്യക്കുറി പോലെ അല്ലെങ്കിൽ വളരെ കാലങ്ങളായി നിൽക്കുന്ന ചിട്ടി, ലേലം, ഇത്തരത്തിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കാതെ കിടന്ന നിക്ഷേപങ്ങൾ, നിങ്ങളുടെ പിതൃസ്ഥാനീയരോ മാതൃസ്ഥാനീയരോ നേരത്തെ നടത്തിയിരുന്ന നിക്ഷേപങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ധനം, ഇതൊക്കെ നിങ്ങളുടെ ബാധ്യതകളെ അകറ്റുന്നതിനായിട്ട് 2026 സഹായകമാകും. വിശേഷിച്ച് ശുക്രൻ്റെയും ചൊവ്വയുടെയും അനുഗ്രഹം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ 2026 മാർച്ച് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അനുഗ്രഹം ലഭിക്കും. ബിസിനസ് സംരംഭങ്ങൾ, തീർച്ചയായിട്ടും ആ ബിസിനസ് സംരംഭങ്ങൾ ഏതായാലും അതിൽ വലിയ വിജയമുണ്ടാവുകയും ആ വിജയത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സൗഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ ദാമ്പത്യപരമായിരിക്കുന്ന സന്തോഷങ്ങൾക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. മുടങ്ങി കിടക്കുന്ന മക്കളുടെ വിവാഹ കർമ്മങ്ങളൊക്കെ നടക്കുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഈ നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് വിവാഹമൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറി അനുയോജ്യമായ സാഹചര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. കടബാധ്യതകളും കടബാധ്യതകൾ മാറുകയും ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് നിറയുകയും ചെയ്യുന്ന വളരെ സന്തോഷകരമായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് 2026. ശുക്രൻ്റെയും ചൊവ്വയുടെയും രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭാഗ്യദായകമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള അവസരം ഉണ്ടാവുക തന്നെ ചെയ്യും. മൂലം നക്ഷത്രത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മൂലം നക്ഷത്രത്തിൻ്റെ 3-ാം ഭാവത്തിൽ മീനം രാശിയിലേക്കുള്ള ഈ ശുക്രൻ്റെ ഗ്രഹസഞ്ചാരം, ഒപ്പം തന്നെ ചൊവ്വയുടെ അനുഗ്രഹം, ഇവ രണ്ടും കൂടെ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും, ഭാഗ്യം വർദ്ധിക്കും, സമ്പത്തിൻ്റെ നില വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് പോകും. എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുവാൻ കഴിയും. മൂലം നക്ഷത്രക്കാർക്ക് പൊതുവിൽ 2-3 വർഷങ്ങളായിട്ട്, അതായത് 2023 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കുറച്ച് ദുഃഖകരമായിരിക്കുന്ന അവസ്ഥ നിലനിൽക്കുന്ന നാളാണ് മൂലം. ആ മൂലം നക്ഷത്രക്കാർക്ക് പൊതുവിൽ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്.
കല, കായിക, സാഹിത്യ, രാഷ്ട്രീയ മേഖലകളിലൊക്കെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കൂടി ഇവർക്ക് കാണുന്നുണ്ട്. തീർച്ചയായും 2026 ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് നിറയുന്നതാണ്, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ തൃക്കേട്ട നാളുകാരെയും പ്രത്യേകം എടുത്തു പറയണം. ശുക്രൻ്റെയും ചൊവ്വയുടെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘകാലമായി ലഭിക്കാനുള്ള പണത്തിൻ്റെ അല്ലെങ്കിൽ ധനത്തിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം 2026 മാർച്ചിൽ 2026 മാർച്ചിലുണ്ടാകും. തന്നെയുമല്ല, ഈ ഒരു വർഷക്കാലത്തോളം ശുക്രൻ്റെയും ചൊവ്വയുടെയും അനുഗ്രഹദായകമായിരിക്കുന്ന വ്യവസ്ഥയിലൂടെ ഒട്ടനവധി മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന നക്ഷത്രജാതരാണ് തൃക്കേട്ട നക്ഷത്രജാതർ. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാരിലെ 4ാം പാദസ്ഥർ വളരെ ജാഗ്രത പാലിക്കണം. സമ്പത്ത് വന്നു ചേരുമ്പോഴും അത് കയ്യിൽ നിന്നും ഒഴുകിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. 2026 ശുക്രൻ്റെയും ചൊവ്വയുടെയും വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ധാരാളം പണം അല്ലെങ്കിൽ ധനം കയ്യിലേക്ക് വന്നു ചേരുമ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. 4ാം പാദസ്ഥരുടെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെട്ടു പോകാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവർ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ തന്നെയാണ് മേടക്കൂറുകാർ. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറുകാർ. ഇവരിലേക്ക് പുതിയ വരുമാന മാർഗങ്ങൾക്ക് വഴി തുറക്കും എന്നുള്ളതാണ്. ഇവരിലെ സാമ്പത്തിക സമ്മർദ്ദം കുറയും. എങ്കിലും ആഡംബര വ്യവസ്ഥകളിലേക്ക് പണം ചിലവഴിക്കും. അത് പ്രത്യേകം ഒന്ന് നിയന്ത്രിച്ചാൽ നല്ലതായിരിക്കും. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വാഹനങ്ങൾ, അതുപോലെ തന്നെ ആഭരണങ്ങൾ, വസ്ത്രാദികൾ, അതുപോലെ തന്നെ ഒരുപാട് സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന സമ്പത്തിനെ ക്രമമായി വിനിയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ധാരാളം പണം വരുമ്പോൾ നേരത്തെ തൃക്കേട്ട നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പണം ഒഴുകിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യമാത്രമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. അതുപോലെ മാർച്ച് മാസത്തിലെ മൈത്രേയ മുഹൂർത്തം നോക്കി ഒരു കടമെങ്കിലും ഒഴിവാക്കുക. പിന്നീട് അങ്ങോട്ട് സ്വാഭാവികമായും കടങ്ങളെല്ലാം ഒഴിവായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വീട്ടിലോ ക്ഷേത്രത്തിലോ ഗണപതി ഹോമം നടത്തുന്നതും കടബാധ്യതകൾ കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ കടബാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നതിന് വഴിയൊരുക്കും. ഋണമോചക അഗസ്ത്യ സ്തോത്രം ജപിക്കുന്നത് കടബാധ്യതയിൽ നിന്ന് പൂർണ്ണമായും മാറ്റപ്പെടുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ശനിയാഴ്ചകളിൽ എറുമ്പുകൾക്കും ക്ഷുദ്രജീവികൾക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആഹാര സാധനങ്ങൾ കൊടുക്കുന്നത് പാപമോചകമായി വരികയും ഋണബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും കാരണമാകും. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് പൊതുവായിട്ടുള്ള ഒരു അനുഭവ വ്യവസ്ഥിതിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാലും നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, പരിഹാര മാർഗങ്ങൾ തുടങ്ങിയവ ചെയ്യുക. ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുക. നമ്മളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഭഗവത് സന്നിധാനത്തോട് നേരിട്ട് തുറന്നു പറയുക. ഈശ്വര എന്ന വിളി അത് മനം ഉറഞ്ഞുള്ള വിളിയായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെ നല്ല അവസരങ്ങൾ വന്നു ചേരുകയും അതിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളും സന്തോഷദായകമായി മാറുകയും ചെയ്യും. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് ഉണ്ടാകട്ടെ. ഈശ്വരൻ നിങ്ങളെ നന്നായി ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.